വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ഉയരപ്പാത ഇടിഞ്ഞു വീഴുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അപകടത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം അല്പസമയത്തിനുള്ളിൽ കളക്ടറേറ്റിൽ ചേരും. ആദ്യം ദൃശ്യങ്ങൾ. മനോജ് ചേരുകയാണ്. മനോജ്, ഇത് വലിയ രീതിയിലൊരു ആശങ്ക തന്നെയാണ്. ഇപ്പോൾ മനോജ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ വലിയ ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് മനോജ് ഈ വിഷയത്തിലൊക്കെ തെറ്റ് സംഭവിക്കുന്നത്? എവിടെയൊക്കെയാണ് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നത്? കരാർ കമ്പനിയെ ഏൽപ്പിക്കുക, അവരെ കൃത്യമായി മോട്ടർ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ടോ? ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും രാംബാബു, ഈ കൊട്ടിയം മൈലക്കാട് ഈ ദേശീയപാത നിർമ്മാണത്തിലിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇതൊരു ചതുപ്പ് നിലമാണ്. ഈ ഭാഗത്ത് മണ്ണ് നിറച്ചുകൊണ്ടാണ് ഈ ഒരു ഉയരപ്പാത നിർമ്മിക്കുന്നത്. ഈ ഉയരപ്പാത നിർമ്മിക്കുമ്പോൾ ഈ സൈഡ് വാൾ, അതായത് ഈ കോൺക്രീറ്റ് പാളികൾ ഉപയോഗിച്ചാണ് ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളിലുള്ള മണ്ണ് ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്തോറും അതിൻ്റെ പ്രഷർ കൂടി ഈ പാളികൾ പിന്നീട് ചരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ റോഡടക്കം, അതായത് സർവീസ് റോഡ് അടക്കം വിണ്ടു കീറുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു അപകടം. അതായത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ കുട്ടികളെ അവിടെ നിന്നും മാറ്റിയത്. കരാർ കമ്പനിയുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ അവരുടെ നിർമ്മാണ പ്രവർത്തനം അത് ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും തുടരുന്നതായി പല അപകട ദൃശ്യങ്ങളടക്കം വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൂടെ, ഇത്തരത്തിൽ വലിയൊരു അപകടം കൂടെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ കമ്പനിയോട് നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനർനിർമ്മിക്കുവാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു പാത നിർമ്മിക്കുമ്പോൾ അത് പൂർണ്ണമായും സുരക്ഷിതത്വം ഉറപ്പാക്കി നിർമ്മിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. അതിനായി പില്ലർ ചെയ്തുകൊണ്ട് വേണം ഈ പാത പുനർനിർമ്മിക്കാനെന്നാണ് ഉയരുന്ന ആവശ്യം. ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ വീണ്ടും അപകടമുണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരം പാളികൾ ഉപയോഗിച്ചാണ് ഇത് ലോക്ക് ചെയ്ത് ഇത്ര വലിയ ശതമാനം വരുന്ന മണ്ണ് പിടിച്ചു നിർത്തുന്നത്. ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മണ്ണുകൾ ഒരുമിച്ച് ചേർത്താണ് ഇവരിവിടെ ഈ പാതയ്ക്കുള്ളിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലൊന്ന് സെറ്റായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇന്ന് അടിയന്തര യോഗമടക്കം കളക്ടർ വിളിച്ചിട്ടുണ്ട്. അതിൽ ജനപ്രതിനിധികളും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അധികൃതരും പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായുള്ള തീരുമാനമുണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ അത് ഈ കരാറെടുക്കുന്ന ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം ഈ തൊഴിലാളികൾക്ക് നേരില്ല, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേലില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത അത് കൃത്യമായും വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇവിടെ പാടുള്ളൂ. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഇവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സൗകര്യമൊരുക്കുകയാണ്. ഈ റോഡ് വിണ്ടു കീറിയിരുന്നു, അവിടെയൊക്കെ ഇപ്പം റെഡിയാക്കി മുന്നോട്ട് വരികയാണ്. എന്തായാലും അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ നടപടി അത് കളക്ടറേറ്റിൽ ഉൾപ്പെടെ ഇനി 10:30 ആരംഭിക്കുക. ഈ യോഗത്തിൽ ജനപ്രതിനിധികളും കളക്ടറും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികൃതരും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരെത്തി വിലയിരുത്തിയതും ഇത് തന്നെയാണ്. ഇങ്ങനെ മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്നത് അത് ആ വാഹനത്തിന് മുകളിലൂടെ ആയിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വയ്ക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ്. കാരണം കുഞ്ഞു
കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന ആ സ്കൂൾ ബസ് കഴിഞ്ഞ ദിവസം ആ വിണ്ടു കീറിയ റോഡിൽ പെട്ടുകിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു ഭാഗം വയൽ പ്രദേശമാണ്, അവിടെ കൃഷി മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള മണ്ണ് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടിട്ട് നികത്തിയതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണം അത് കൃത്യമായും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി വേണം എന്ന് തന്നെയാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. ശ്യാം ബാബു. യെസ്, ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ നോക്കുകയാണ്, ആ ദൃശ്യങ്ങളൊക്കെ എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഭീഷണിയും ചെറുതല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലൊക്കെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഘടന കൃത്യമായി തന്നെ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് അത്തരത്തിൽ സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ കരാർ കമ്പനികളൊക്കെ ഈ ജോലി ആരംഭിച്ചതും തുടർന്ന് പോകുന്നതും എന്നതൊക്കെ വലിയ ചോദ്യമാണ്. ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ കൃത്യമായി തന്നെ സംവിധാനങ്ങൾ എവിടെയാണ് വീഴ്ച വരുന്നത് എന്നും കൂടി മനസ്സിലാക്കണം.